ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ മിസ്റ്ററിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മധുരപലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്തിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാനിൽ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് പാകമാകുമ്പോൾ ഏകദേശം ഒരു കപ്പോളം അവിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിലും കൂടെ ഇതിലിട്ട് നന്നാക്കി ഒന്ന് വറുത്തെടുക്കണം. നമ്മളുടെ തേങ്ങയും അവിലും കൂടെ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളൊരു പകുതി നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. തീ കൂടുതലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഴം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെന്ത് പാകമായിട്ടുള്ള ഈ പഴത്തിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അവിലും വറുത്തെടുത്തിട്ടുള്ള അവിലും തേങ്ങയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങിന് വേണ്ട കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങിന് വേണ്ട സാധനം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിമാവ് കുഴച്ചെടുത്തിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഏകദേശം ഒരു 7-8 എണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഫില്ലിങ് ഇട്ടിട്ട് ഒരു കിഴി രൂപത്തിൽ ഇതിനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫില്ലിങ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇനി ഇതൊരു വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കഷ്ണം വാഴൻ്റെ ഇലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പ്രസ് ചെയ്തിട്ട് പൊതിയാൻ പാടില്ല. അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കീയുടെ ഷേപ്പ് മാറും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഓട്ടപാത്രം വെച്ചിട്ടാണ് ആവി കയറ്റുന്നത്. അപ്പോൾ നമ്മളിതൊരു അടക്കി വെച്ച് വെള്ളം നന്നായി തിളച്ച് ആവി വന്ന ശേഷം മാത്രമാണ് ഇതിനെ പാത്രത്തിലേക്ക് വെക്കുന്നത്. ഇനി ഇതിനെ നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കീയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിൻ്റെ ശേഷം മാത്രം സെർവ് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.